മുസുബത്ത് മുസുബത്തായ അദദുകളും മൻഫിയായ അദദുകൾ പറഞ്ഞാലും മുസുബത്തായ അദദിലേക്ക് പരിണാമം കുറിക്കും. അതുകൊണ്ടാണ് മൻഫീനെ പിന്നെ പറയാന്. ഞാൻ അടിച്ചില്ല, മാ ദറബ്തു സൈദൻ സമാനീന ദർബത്തൻ, 80 അടി അടിക്കൽ അടിച്ചില്ല. അപ്പൊ പിന്നെ എത്ര അടിച്ചു എന്ന് ചോദിക്കും. അത് 10 അടിച്ചു എന്ന് പറയും, അല്ലെങ്കിൽ 100 അടിച്ചു എന്ന് പറയും, അല്ലെങ്കിൽ 60 അടിച്ചു എന്ന് പറയും. അപ്പൊ പിന്നെ ഇസ്ബാത്തായി. മനസ്സിലായില്ലേ? മൻഫീനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, മൻഫീനെ പറഞ്ഞാലും അത് പരിണമിക്കുന്നത് എവിടെയാ? മുസുബത്തിലാണ്. ഇനി പറ മുത്തുലഖൻ എന്താ? നിരുപാധികമായ ഹാലിൽ തുഅ്മിലു നീ അമൽ ചെയ്യിപ്പിക്കും മസ്ദറിനെ. ആ ഹു എന്ന ദമീറിന് ഹാലാണ് മുത്തലഖൻ എന്നുള്ളത്. മുത്തലഖൻ നിരുപാധികമായ ഹാലിൽ തുഅ്മിലു നീ എന്ത് ചെയ്യും? അമൽ ചെയ്യിപ്പിക്കും. അമൽ ഹു ആ മഫ്ഊല് മുത്തലഖിനെ മസ്ദറിനെ വേണ്ടാ, മസ്ദർ എന്നും പറയാം. പിന്നെ പറ മുക്കബ്ബറൻ, അത് തന്നെ വലുതാക്കപ്പെട്ടതായ ഹാലിൽ. വലുതാക്കപ്പെടുന്ന വെച്ചാൽ ചെറുതാക്കാത്തെന്ന്. ചെറുതാക്കാന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ചെറുതാക്കുമെന്ന് പറയും, എന്റെ അറബി പറഞ്ഞാൽ എന്താ പറയും? തസ്ഗീറാക്കുമെന്ന് പറയും. ലർബിനെ ദുറൈബാക്കില്ല, ദുറൈബാക്കിയ അമലില്ല. ലർബിനെ ലർബായിട്ട് തന്നെ നിർത്തണം. വേണ്ടാ മുക്കബ്ബറൻ ഐ ഗൈറ മുസഗ്ഗരിൻ അല്ലേ? മുത്തലഖൻ നിരുപാധികമായ ഹാലിൽ. അപ്പൊ നിരുപാധികം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താന്ന് ചോദിക്കും? ഒരു ഉപാധിയില്ല. അതാ ഐ മുലാഫൻ കാന ഔ മുനവ്വനൻ ഔ മഅൽ. ഏടാ അല്ലുണ്ടെങ്കിലും ഇളാഫത്ത് ചെയ്ത് വന്നാലും പിന്നെ ഇളാഫത്ത് ചെയ്യാതെ തൻവീനായാലും മീസാൻ അവാമില്ലാത്ത പറഞ്ഞല്ലേടാ. വമിന്ന 100 ആമിലുകളിൽ പെട്ടതാണ് അൽ മസ്തർ എന്ന് പറഞ്ഞില്ലേടാ. വായിക്കണ എടുത്ത് വായിക്കണം, പെട്ടെന്ന് വായിക്കും. അവിടെ ഉദാഹരണം വായിക്കും, പെട്ടെന്ന് വായിക്കും. അൽ മസ്തറു ഫൈനഹു, അത് യഅമലു അമൽ ചെയ്യും. അമല ഫീലി, അതിന്റെ ഫീലിന്റെ അമൽ ചെയ്യും. നഹു അജിബ്തു മിൻ ലർബിൻ സൈദുൻ അംറൻ, തൻവീൻ കൊടുത്തു വായി. അല്ലെങ്കിൽ മിൻ ലർബി സൈദിൻ അംറൻ അങ്ങനെ വായിക്കും. അല്ലെ മിനദ്ദർബി അല്ലുബലാൻ കൊടുത്തിട്ട് മിനദ്ദർബി സൈദുൻ. അപ്പൊ അങ്ങനെ വായിക്കുമ്പോ ലർബിൻ എന്ന് തൻവീൻ കൊടുത്ത് വായിക്കുമ്പോഴും മിനദ്ദർബി എന്ന് അലുബലാം കൊടുത്ത് വായിക്കുമ്പോഴും സൈദുൻ എന്ന ഫായിലിന് റഫ കൊടുത്ത് വായിക്കും. മിനദ്ദർബി സൈദുൻ അംറൻ. യുലാബത്ത് കൊടുത്ത് വായിക്കാം, അപ്പൊ തൻവീൻ കാണത്തില്ല. മിൻ ലർബി സൈദിൻ അംറൻ, ഫായിലുള്ള ഇലാഫത്ത്. ലർബ് എന്ന മസ്തറിന് അതിന്റെ ഫായിലുള്ള ഇലാഫത്ത്. ഇത് മിൻ ലർബി സൈദിൻ. നീ ഇലാഫത്ത് ചെയ്യാനും വായിക്കാം. മിൻ ലർബിൻ സൈദുൻ അംറൻ, അതാ ഇലാഫത്തില്ലാതെ. ഇനി അലുബലാം കൊടുത്ത് വായിക്കാം. മിനൽ ലർബി സൈദുൻ അംറൻ, അതായ പറഞ്ഞത്. മുത്തലഖൻ നിരുപാധികമായ ഹാലിൽ തുഅ്മിനു നീ അമൽ ചെയ്യിപ്പിക്കും ഹുവ മസ്ദറിനെ. മുത്തലഖന്റെ മഅനയാണ് മുലാഫൻ, ഇളാഫത്ത് കൊടുത്തുകൊണ്ട്. മിൻ ലർബി സൈദിൻ അംറൻ, മിൻ ലർബി സൈദിൻ ഇളാഫത്ത്. ഇളാഫത്ത് കൊടുക്കും, തൻവീനും കാണത്തില്ല, അലിഫിന്റെ കാണത്തില്ലല്ലോ.
മനസ്സിലായില്ല? മിൻ ലർബി സൈദിൻ. ഇനിയോ ഔ മുനവ്വനൻ, അല്ലെങ്കിൽ തൻവീനാക്കപ്പെട്ടതായിട്ട്. മുലാഫൻ കാന, മുലാഫൻ കാന എന്ന് വെച്ചാൽ മുലാഫൻ എന്നുള്ള കാനയുടെ ഇസ്മു, ഈ കാനയുടെ ഖബർ മുഖദ്ദമാണ്, കാനയുടെ ഇസ്മു ലമീറാണ്. മുലാഫൻ കാനൽ മസ്ദറൂന, മുലാഫൻ സവാഉൻ കാന, മുലാഫനല്ല. പിന്നെ സവാഉൻ കാന മുലാഫൻ, അങ്ങനെയാണുള്ളത്. എന്തിനകത്ത് അങ്ങനെയല്ല ഉള്ളത്, മുലാഫൻ കാന എന്നുള്ളത്. സവാഉൻ കാന എന്നാ നമുക്ക് കുഴപ്പമില്ല. സവാഉൻ സമമാകുന്നു ഖബർ മുഖദ്ദായിട്ട്. സവാഉൻ കാന മുലാഫൻ, മുലാഫത്താക്കപ്പെട്ടതായാലും ശരി, ഔ മുനവ്വനൻ. കാർഡും ഫോണും വേണം. ശരി പറയാം. പിന്നെ മുലാഫൻ സവാഉൻ കാന അല്ലേ? സവാഉൻ കാന മസ്തർ ആകൽ സമമാണ്, മുലാഫൻ മുലാഫ് ആകൽ സമമാണ് ഔ മുനവ്വനൻ. അത് മുലാഫായിട്ട് നമ്മൾ പറഞ്ഞത് അല്ലാഹു അജ്ബുത്തു മിൻ ലർബി സൈദിൻ. ഫായിലുള്ള ഇളാഫത്ത്, ഫായിലുള്ള ഇളാഫത്താക്കാം, മഫൂലുള്ള ഇളാഫത്താക്കാം. അപ്പൊ അമ്രൻ എന്ന് വായിക്കും ഫായിലുള്ള ഇളാഫത്താണെങ്കിൽ. മഫൂലുള്ള ഇളാഫത്താണെങ്കിൽ അമ്രുൻ എന്ന് വായിക്കും. മിൻ ലർബി സൈദിൻ അമ്രുൻ എന്ന് ഫായിൽ. ഫായിലേക്ക് ഇളാഫത്ത് എന്ന് പറയാം, മഫൂലിലേക്ക് എന്ത് ചെയ്യാം, ഇളാഫത്ത് എന്ന് പറയാം. ഇപ്പൊ അവിടെ ഫായിലേക്കാണ് ഇളാഫത്ത് ചെയ്തേക്കുന്നത്. മിൻ ലർബി സൈദിൻ അമ്രൻ. റാന് ശാലിഫില്ലേ? അപ്പൊ അമ്രൻ എന്നേ വായിക്കാൻ പറ്റും, അമ്രുൻ എന്ന് വായിക്കാൻ പറ്റില്ല. ഇവിടെ അലിഫ് ഉണ്ടായതുകൊണ്ട്. ഇനി അവിടെ അലിഫില്ലെങ്കിൽ എന്ത് വായിക്കണം, അമ്രുൻ എന്ന് വായിക്കണം. മറ്റിടത്ത് സൈദിനും തന്നെയാണ്. മഫൂല് ഉള്ള ഇളാഫത്താവും. സവാഉൻ കാന മുലാഫൻ ഔ മുനവ്വനൻ, തൻവീനാക്കപ്പെട്ടതായാലും വേണ്ടിയില്ല. ഔ മഅൽ, അല്ലെങ്കിൽ അല്ലോടുകൂടെ മസ്ദർ ഒന്നാലും വേണ്ടിയില്ല. ഔ മഖ്റൂനൻ ബിൽ, അല്ലിനോട് അന്വരിക്കപ്പെട്ടതായിട്ട്, യോജിക്കപ്പെട്ടതായിട്ട്, ചേർക്കപ്പെട്ടതായിട്ട്. ഫഅജ്ബതു മിനൽ ലർബി സൈദുൻ അമ്രൻ. മനസ്സിലായില്ല? 3 ഉദാഹരണം എഴുതി വെക്കണം അവിടെ. പിന്നെ ഉറക്കം പറയണ. തുഅ്മിലു, നീ അമൽ ചെയ്യിപ്പിക്കും. ഹുവ മസ്ദറിൻ, അയിൽ മസ്ദറ, അയിൽ തുഅ്മിലുന്റെ മഫൂലാണ് ഹു എന്നുള്ളത്. ആ മഫൂലിൽ നിന്നും എന്താണ്, തഫ്സീറാണ്. അയിൽ മസ്ദറ. ഹാലക്കോനിയ മസ്ദർ തന്നെ ആയ ഹാലിൽ മുക്കബ്ബറൻ, തസ്ഗീർ ചെയ്യപ്പെടാത്തതായ നിലയിൽ. മുക്കബ്ബർ, കബ്ബറ, വലുതാക്കപ്പെട്ടു. മനസ്സിലായില്ല? പിന്നെ അപ്പൊ മുക്കബ്ബറൻ എന്നുള്ളത് തുഅ്മിലുഹു, ആ മസ്ദറിനെ നീ അമൽ ചെയ്യിപ്പിക്കും. എങ്ങനെ അമൽ ചെയ്യിപ്പിക്കും? മുത്തലഖൻ, ഒരു ഹാല് പറഞ്ഞു. രണ്ടാമത്തെ ഹാലാണ് മുക്കബ്ബറൻ. രണ്ടാമത്തെ ഹാലാണ് ഏത്? ഹാലും മുത്തറാദിഫ എന്ന് പറയും. ഹാലു മുത്തറാദിഫ, നീ അമൽ ചെയ്യിപ്പിക്കും ഹു മസ്ദറിനെ. ഹാലും മുത്തറാദിഫും ഉണ്ട്, ഹാലുൻ മുത്തദാഖിലും ഉണ്ട്. മുസ്ലിംമാര് ബുക്കുണ്ടെങ്കിലേ പറ്റുള്ളൂ. വേഗം ബുക്ക് എടുത്തുണ്ടോ? ഓടിയെടുത്തുണ്ടോ? പെട്ടെന്ന് വേഗം എടുത്തുണ്ടോ? ഈ ശറത്തതി വരുമ്പോ ഞാൻ മേപ്പോട്ട് നോക്കി കണ്ട, പെട്ടെന്ന് എടുത്തുണ്ടോ? റഅയ്തുഹു സൈദുൻ, റഅയ്തുഹു റാക്കിബൻ.
റാക്കിബൻ ജാലിസൻ. സയ്യിദുൻ റഅയ്തുഹു റാക്കിബൻ ജാലിസൻ. സയ്യിദുൻ റഅയ്തുഹു റാക്കിബൻ ജാലിസൻ. സയ്യിദുൻ റാക്കിബൻ ജാലിസൻ. മനസ്സിലായില്ല? സയ്യിദാകുന്നത് റഅയ്തുഹു, ആ സയ്യിദിനെ ഞാൻ കണ്ടു. സയ്യിദിനെ ഞാൻ കണ്ടു. റാക്കിബൻ, റാക്കിബൻ, ആ സയ്യിദ് തന്നെ വാഹനക്കാരനായ ഹാലിൽ. അപ്പൊ ഏതിൽ നിന്ന് ഹാലായി? ഹൂ എന്നതിൽ നിന്ന് ഹാലായി. ഹൂ മഫൂലല്ല. ആ ഹൂവിന്റെ ആ ദമീർ നിന്ന് ഹാലാണ് ആര്? റാക്കിബൻ എന്നുള്ളത്. ജാലിസൻ, അവൻ തന്നെ ഇരുന്നവനായ ഹാലിൽ കണ്ടു. വാഹനത്തിലാണ് നിൽക്കുകയല്ല ഇരിക്കാന്ന്. ഇപ്പൊ രണ്ട് ഹാല അവിടെ വന്നത്. ആ രണ്ട് ഹാലിന്, ആ രണ്ട് പദത്തിന് രണ്ട് പരിഗണന കൊടുക്കും. ഒരു ബുക്ക് എടുക്കാൻ പോയതാണോ? ഒരു ബുക്ക് എടുക്കാൻ പോയ സമയമാണ് ഈ കണ്ടത്. റഅയ്തുഹു സയ്യിദുൻ റഅയ്തുഹു റാക്കിബൻ ജാലിസൻ. സയ്യിദിനെ ഞാൻ കണ്ടു, റാക്കിബൻ വാഹനക്കാരനായിട്ട്, വാഹനക്കാരനായ ഹാലിൽ, ജാലിസൻ ഇരിക്കുന്നവനായ ഹാലിലും. ഇവിടെ രണ്ട് ഹാലുകളാണ് വന്നേക്കുന്നത്. ആ ഹാലിന് രണ്ട് പരിഗണന കൊടുക്കാൻ പോകുന്നത്. ഹൂ എന്ന ലമീറിൽ നിന്ന് ഹാലാണ് റാക്കിബൻ. അതേ പ്രകാരം തന്നെ ആ ലമീറിൽ നിന്ന് ഹാലാണ് ആര്? വഹാലുൻ മുത്തറാദിഫത്തുൻ എന്ന് പറയുന്നതാ. തുടരെ വന്ന ഹാല്, തുടരെ വന്ന ഹാല്. ഹാല് മുത്തറാദിഫത്തുൻ, ഒന്നിനെ തുടർന്ന് ഒന്നിനെ തുടർന്ന് അടുത്തതും വന്നു, ഒന്നിന് പിറകെ ഒന്ന് വന്നു. ഹാലുൻ മുത്തറാദിഫത്തുൻ എന്നാണ് പറയാം. ഇപ്പൊ ലമീറിൽ നിന്ന് ഹാലാക്കിയതാണ്. ഏത് ലമീറിൽ നിന്നും? ഹൂ എന്നുള്ള അമീറിൽ നിന്ന് ഹാലാക്കിയതാണ്. റാക്കിബൻ എന്നുള്ളത് ഇസ്മു ഫായിലല്ലേ? അല്ലേടാ? ഇസ്മു ഫായിലിൽ ഒരു ലമീറില്ലേ? ഇല്ലയോ? ഇല്ല. റാക്കിബൻ എന്നതിന്റെ സിയോരമനത്തില്ലേടാ? അത് ഇസ്മു ഫായിൽ ലമീർ തറവ്, ലമീർ തറവ്. ഫായിലിനെ സിയ എങ്ങനെ പറയുന്നേ? സിയത്തോ ഫായിലാൻ. അത് ഇസ്മു ഫായില് ഒരു ലമീർ ഉണ്ടോ അതിനകത്ത്? ഇല്ല. ഉണ്ടോടാ? അവ റാക്കിബൻ, ആ ചെയ്ത് തന്നെ റാക്കിബൻ എന്ന നിലയിൽ. ജാലിസൻ, ആ റാക്കിബ് തന്നെ ജാലിസൻ ഇരിക്കുന്നവനായ ആര്. സംഗതി രണ്ടും ഒന്നാണെങ്കിലും അർത്ഥത്തിൽ തന്നെ ഒന്നാണെങ്കിലും ഇരിക്കുന്നത് ഇതിനെ കണ്ടുവന്ന. പക്ഷെ രണ്ട് പരിഗണനയാണ് അവിടെ കൊടുത്തേക്കുന്നത് നമ്മൾ. ഒന്ന് ഹൂ എന്ന ലമീറിൽ നിന്ന് ഹാലാക്കി രണ്ടിനെയും, ഹൂ എന്ന ലമീറിൽ നിന്ന് ഹാലാക്കി രണ്ടിനെയും, ഹൂ എന്ന ലമീറിൽ നിന്ന് ഹാലാക്കി. അപ്പൊ അതിനെന്താ പറയാ? ഹാലുൻ, ഹാലുൻ മുത്തറാദിഫൻ എന്ന് പറയും. മനസ്സിലായില്ല? ഇനി നമ്മളിത് റാക്കിബൻ എന്നതിൽ നിന്നും ഹാലാക്കി. റാക്കിബൻ എന്ന ലമീറിൽ നിന്ന് ഹാലാക്കി ആരാ? ജാലിസൻ എന്നതിനെ. അതിനെന്ത് പറയും? ഹാലുൻ മുത്തദാഖിലത്തുൻ. ഹാലുൻ പരസ്പരം കടന്ന ഹാല്. അവിടെയും ഇവിടെയും കടന്നു.
അതിന് ശരത്തേതി വരും. അന്നേരം പിന്നെ കിടന്ന് മെപ്പോട്ട് ആക്കാതിരിക്കാനാണ് ഈ പറയുന്നത്. അവൻ റഅയ്തുഹു എന്ന ലമീറിൽ നിന്നും ഹാലായിട്ട് വെക്കുമ്പം ഹാലുൻ മുത്തറാദിഫുൻ, ഒന്നിന് പിറകെ അടുത്ത ഹാല്. അപ്പൊ അർത്ഥം എന്തൊക്കും? ജാഅനി സൈദ്, റഅയ്തുഹു സൈദിനെ ഞാൻ കണ്ടു, അവൻ തന്നെ റാക്കിബായ ഹാലിൽ, അവൻ തന്നെ ജാലിസൻ ഇരിക്കുന്നവനായ ഹാലിലും. കണ്ടാ? ഇനി അവിടെ തന്നെ വേറെ ഹാല് പറഞ്ഞാൽ അങ്ങനെ 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 അങ്ങ് പോവും. ഹാലുൻ മുത്ത, ഒന്നിനെ തുടർന്ന് അടുത്ത ഹാല്, പിറകെ പിറകെ, ഒന്നിന് പിറകെ ഒന്നിന് പിറകെ ഉള്ള ഹാലുകൾ. ഇനി റാക്കിബൻ എന്നതിലൊരു തമീറില്ലേ? ഉണ്ടോടാ? ഉണ്ട്. അതിൽ നിന്നു ഹാലാക്കും ആരെ? ജാലിസൻ എന്നതിനെ. റാക്കിബൻ എന്നതിൽ നിന്നും ഹാലാക്കും എന്നതിനെ? ജാലിസൻ. റാക്കിബൻ എന്നതിനകത്തൊരു തമീറുണ്ട്, അതിൽ നിന്നും ഹാലാക്കി ആരെ? ജാലിസൻ എന്നതിനെ. അപ്പൊ അതിനെന്ത് പറയും? ഹാലുൻ മുത്തദാഖിലുൻ എന്ന് പറയും. അതേപോലെ ഇവിടെ മുത്തലക്കൻ തുഅ്മിലുഹു, ആ മസ്ദറിനെ നീ അമൽ ചെയ്യിപ്പിക്കും മുത്തലക്കൻ, നിരുപാധികമായ ഹാലിൽ. നിരുപാധികമായ മുക്കബ്ബറൻ, ആ മസ്ദർ തന്നെ തസ്ഗീറാക്കപ്പെടാത്ത ഹാലിൽ. അവിടെ ലമീർ എവിടുന്ന പോയ? ഹു എന്നതിൽ നിന്നാണ്. അപ്പൊ ഹാല് മുത്തറാദിഫായി. മുത്തലക്കൻ എന്നത് ഏതാണ്? ഇസ്മുഫുലല്ലേ? അത്തലക്ക യുത്തലിഖു യുത്തലാക്കൻ മുത്തലിഖുൻ ഉത്തലിഖ മുത്തലഖുൻ. ആ മുത്തലക്കിനകത്തൊരു ലമീറുണ്ട്, ഒരു ഹു ഇല്ലേ? ആ മുത്തലക്കുൻ എന്ന ലമീറിൽ നിന്ന് ഹാലാണെന്ന് വെച്ചാൽ എന്താവും? ഹാലുൻ മുത്തദാഖിലത്തുൻ എന്നാണ് അതിന് പറയുക. തിരിഞ്ഞില്ല? ഹാല് മുത്തറാദിഫും ഹാല് മുത്തദാഖിലും തിരിഞ്ഞോ? ഹാലുൻ മുത്തദാഖിലാകുമ്പോൾ സാഹിബുൽ ഹാല് ഒന്ന്, ഹാലുൻ മുത്തറാദിഫ് ആകുമ്പോൾ സാഹിബുൽ ഹാല് ഒന്ന്. ഒരു സാഹിബുൽ ഹാലും രണ്ട് ഹാലുകളും. മനസ്സിലായില്ല? ഹാലും മുത്തദാഖിലാകുമ്പോൾ രണ്ട് സാഹിബുൽ ഹാല്, രണ്ട്, ഒരു ഹാല്, ഒരു സാഹിബുൽ ഹാല് തുഅ്മിലുഹു, പിന്നെ രണ്ടാമത്തെ ഹാല് മുത്തലക്കൻ നിന്നും ഹാല്. അതിനെന്താ പറയാ? ഹാല് മുത്തദാഖിലുൻ എന്ന് പറയും. കാരണം ഈ മുത്തലക്കൻ എന്നത് ഹാലായിട്ടാണ് വന്നേക്കുന്നത്. ആദ്യം എവിടെ നാലായിട്ട്? ഹൂന്ന് നാലായിട്ട് വന്നേക്കുന്നത്. എന്ന് മുത്തലക്കൻ എന്ന ലമീറിൽ നിന്ന് ഹാല് പിന്നെ വന്നതാണ് ഏത്? മുക്കബറൻ എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇഅ്തിബാർ ചെയ്തപ്പോൾ അതിനെ ഹാലുൻ മുത്തദാഖിലത്തുൻ എന്ന പേരും കൊടുത്തു. മറ്റേ ഇഅ്തിബാർ ചെയ്തപ്പോൾ ഹു എന്നതാണ് രണ്ടിന്റെയും സാഹിബുൽ ഹാല് എന്ന് വെക്കുമ്പോൾ അതിന് ഹാലുൻ മുത്തറാദിഫുൻ എന്നും പരിഗണിച്ചു. അപ്പൊ ഒരു സാധനം തന്നെയാണ്, രണ്ട് ഇഅ്തിബാർ അനുസരിച്ചുകൊണ്ട് പേരങ്ങ് മാറി. ഹാല് മുത്തദാഖിലിനെന്നും രണ്ടിന്റെ സാഹിബുൽ ഹാല് കണക്കിന് ആര് തന്നെയാണ്? ആ ഹു തന്നെയാണ്. അവിടെ തന്നെയും സെയ്ദ് തന്നെയാണ്. റഅയ്തു സെയ്ദൻ, ആ സെയ്ദിനെ പറ്റിയാണല്ലോ ചർച്ച മുഴുക്കാൻ. മനസ്സിലായില്ല? റഅയ്തു സെയ്ദൻ, സെയ്ദുൻ റഅയ്തുഹു, ആ സെയ്ദിനെ പറ്റിയ ചർച്ച. സെയ്ദ് ഇരുന്നു വാഹനക്കത്തിനകൾ. ശ്യാം ജാലിസൻ എന്നതിനെയും റാക്കിബൻ എന്നതിനെയും ഇത് തിരിയുന്നില്ല. തിരിഞ്ഞില്ല? എഴുതിയിട്ടില്ലല്ലേ? സെയ്ദുൻ റഅയ്തുഹു എന്ന ഹൂയിൽ നിന്നുള്ള അമീറാക്കി ആരെ? റാക്കിബൻ എന്നതിനെ. വീണ്ടും ഒരു ലമീർ, ഒരു ഹാലാക്കി എന്നതിനെ? ജാലിസൻ എന്നതിനെ. അപ്പൊ ഹൂയിൽ നിന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി റാക്കിബൻ എന്നതിനകത്തുള്ള ലമീറിൽ നിന്നും ഹാലാക്കിയതാണ് ഏതിനെ? ജാലിസൻ എന്നതിനെ. അങ്ങനെ നോക്കുമ്പോ എന്തായി? ഹാലുൻ മുത്തദാഖിൽ. മറ്റേതാ? ഹാലുൻ. തിരിഞ്ഞില്ല? ഇനി ശരീഅത്തെ എപ്പോട്ട് നോക്കിക്കണ്ട. ഹാല് മുത്തദാഖിലും ഹാലും മുത്തദാഖിലും ഹാലും പിന്നെ മുത്തറാദിഫും എപ്പോട്ട് നോക്കിക്കണ്ട. അതിനപ്പോ അത് പറഞ്ഞത് മുക്കബ്ബറൻ, ഐ മുക്കബ്ബറിന്റെ അർത്ഥം പറയുന്നത് ഐ ഗൈറ മുസഗ്ഗരിൻ മുഖദ്ദമൻ, മുന്തിക്കപ്പെട്ടതായ നിലയിലും മതി.